അടുത്തത് തിയറം 5 ആണ്, സ്ക്യൂസ് തിയറം. അപ്പോൾ നമ്മൾ സീക്വൻസിൻ്റെ കേസിലും ലിമിറ്റിൻ്റെ കേസിലൊക്കെ സ്ക്യൂസ് തിയറം പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ റീമാൻ ഇൻറ്റഗ്രബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ കേസിലുള്ള സ്ക്യൂസ് തിയറം. അപ്പോൾ ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചോദിക്കുകയാണെങ്കിൽ സ്ക്യൂസ് തിയറം ഫോർ റീമാൻ ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻ എന്നുള്ളതാണ്. അപ്പം സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് സ്ക്യൂസ് തിയറം ഫോർ റീമാൻ ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത്. അപ്പോൾ എഫ് ഇസ് എ real valued function defined on closed interval AB. F Riemann integral over closed interval AB if and only if ഇതൊരു if and only if കണ്ടീഷനാണ് പറയുന്നത്. നമ്മൾ കോഷ്യസ് ക്രൈറ്റീരിയൻ കണ്ടതും ഒരു if and only എഫ് റീമാൻ ഇൻറ്റഗ്രൽ ആവാനുള്ള if and only if കണ്ടീഷനാണ് നമ്മൾ കോഷ്യസ് ക്രൈറ്റീരിയനിലും കണ്ടത്. സ്ക്യൂസ് തിയറത്തിലും ഒരു if and only if കണ്ടീഷനാണ്. എഫ് ഈസ് റീമാൻ ഇൻറ്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് ഇൻറ്റർവൽ AB if and only if for every epsilon greater than 0 there exist functions alpha എപ്സിലോണെ ഡിപ്പെൻഡ് ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആൽഫ എപ്സിലോൺ ആൻഡ് ഒമേഗ എപ്സിലോൺ ഇൻ ആർ എ ബി. ആൽഫ എപ്സിലോണും ഒമേഗ എപ്സിലോണും റീമാൻ ഇൻറ്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് ഇൻറ്റർവൽ എ ബി ആയിരിക്കും. അപ്പോൾ എഫ് റീമാൻ ഇൻറ്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് ഇൻറ്റർവൽ എ ബി ആവണമെന്നുണ്ടെങ്കിൽ ഓരോ എപ്സിലോണും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ആൽഫ എപ്സിലോണും ഒമേഗ എപ്സിലോണും കണ്ടുപിടിക്കാൻ പറ്റും, രണ്ടും റീമാൻ ഇൻറ്റഗ്രബിൾ ആയിട്ടുള്ളത്. സച്ച് ദാറ്റ് alpha epsilon of x less than or equal to f of x less than or equal to omega epsilon of x for all x in closed interval a b such that integral a to b omega epsilon minus alpha epsilon is less than epsilon. ഈ ഒമേഗ എപ്സിലോൺ മൈനസ് ആൽഫ എപ്സിലോണിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ വിൽ ബി ലെസ് ദാൻ എപ്സിലോൺ. ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എഫ് ഈസ് റീമാൻ ഇൻ്റഗ്രൽ. പിന്നെ എഫ് റീമാൻ ഇൻറ്റഗ്രബിൾ ആണ് എങ്കിൽ നമുക്ക് ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് പാർട്ടിൻ്റെ പ്രൂഫ് വളരെ സിമ്പിളാണ്. ഫസ്റ്റ് പാർട്ടിൻ്റെ പ്രൂഫ് നമ്മൾ എഫ് റീമാൻ ഇൻറ്റഗ്രൽ സപ്പോസ് ചെയ്യാം. എഫ് ഈസ് റീമാൻ ഇൻറ്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് ഇൻറ്റർവൽ എ ബി. നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആൽഫയും ഒമേഗയും ഇൻറ്റഗ്രബിൾ ആയിട്ടുള്ളത് വേണം അല്ലേ? അതിനുവേണ്ടി നമുക്ക് ആൽഫയും ഒമേഗയും ഇവിടെ ഏത് എപ്സിലോൺ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആൽഫയും ഒമേഗയും നമ്മൾ എഫ് ആയിട്ട് തന്നെ എടുത്താൽ നമുക്ക് ഈ കണ്ടീഷൻസ് കിട്ടും. അതാണ് എനിക്ക് കാണിക്കാൻ പറ്റും. സപ്പോസ് എഫ് ഈസ് റീമാൻ ഇൻറ്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് ഇൻറ്റർവൽ എ ബി. എന്നിട്ട് ആൽഫ എപ്സിലോൺ ഈക്വൽ ടു ഒമേഗ എപ്സിലോൺ ഈക്വൽ ടു എഫ് ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കണ്ടീഷൻ ആൽഫ എപ്സിലോൺ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ഇത് ഈക്വൽ ടു ആയിട്ട് തന്നെ കിടക്കുന്നത് കൊണ്ട് അപ്പോൾ നമുക്ക് ഈക്വൽ ടു ആണ്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം എഫ് റീമാൻ ഇൻറ്റഗ്രബിൾ ആയതുകൊണ്ട് ആൽഫ എപ്സിലോണും ഒമേഗ എപ്സിലോണും റീമാൻ ഇൻറ്റഗ്രബിൾ ആണ്. അത് രണ്ടും എഫ് ആണല്ലോ. അതുകൊണ്ട് ഇത് ഈ കണ്ടീഷനായി. പിന്നെ ഈ കണ്ടീഷനായി. ഇനി നമുക്ക് വേണ്ടത് എന്താ? ഒമേഗ എപ്സിലോൺ മൈനസ് ആൽഫ എപ്സിലോണിൻ്റെ വാല്യൂ അല്ലേ? ഇൻറ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ മൈനസ് ആൽഫ എപ്സിലോൺ എന്ന് പറയുന്നത് എന്താ? ഇൻറ്റഗ്രൽ എ ടു ബി രണ്ടും എഫ് ആയതുകൊണ്ട് 0 വരും. വിച്ച് ഈസ് ഈക്വൽ ഇൻറ്റഗ്രൽ ഓഫ് 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നാളെ നമുക്ക് ഏത് എപ്സിലോൺ എടുത്താലും എപ്സിലോൺ ആണ് അതിനേക്കാളും വലുത് എന്ന് പറയാൻ പറ്റും. അപ്പം എല്ലാ കണ്ടീഷൻസുമായി അപ്പോൾ നമ്മൾ എന്താ എടുത്തത്? എഫ് റീമാൻ ഇൻറ്റഗ്രബിൾ എടുത്തപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻസ് കിട്ടി. അവിടെ നമ്മൾ ചെയ്തത് ഇത്രേ ഉള്ളൂ. ഇതിപ്പോൾ തന്നെ പഠിക്കാനുള്ളതേ ഉള്ളൂ. നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു ആൽഫ എപ്സിലോൺ ഈക്വൽ ടു ഒമേഗ എപ്സിലോൺ നമ്മൾ എടുത്താൽ ആൽഫ എപ്സിലോൺ ഒമേഗ എപ്സിലോൺ നമ്മൾ എഫ് ആയിട്ട് തന്നെ എടുത്തു. അപ്പോൾ എഫ് റീമാൻ ഇൻറ്റഗ്രബിൾ ആയതുകൊണ്ട് ആൽഫയും ഒമേഗയും റീമാൻ ഇൻറ്റഗ്രബിൾ ആണെന്ന് പറയാം. പിന്നെ ഇതെല്ലാം ഈക്വൽ ആയതുകൊണ്ട് ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. പിന്നെ ഉള്ളത് ഇൻറ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ മൈനസ് ആൽഫ എപ്സിലോൺ എന്നുള്ളതാണ്. ഇത് 0 ആയി പോകും. അതുകൊണ്ട് ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതുകൊണ്ട് നമുക്കത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാൻ പറ്റും. അടുത്തത് നമ്മൾ സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യുക. സെക്കൻഡ് പാർട്ട് നമ്മുടെ കയ്യിലുള്ളത് ഇതാണ്. എഫ് റീമാൻ ഇൻറ്റഗ്രബിൾ ആണെന്ന് കാണിക്കണം. അപ്പോൾ സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളൊരു എപ്സിലോൺ ഫിക്സ് ചെയ്തു. ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 സപ്പോസ് ആൽഫ എപ്സിലോൺ ആൻഡ് ഒമേഗ എപ്സിലോൺ ആർ റീമാൻ ഇൻറ്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് ഇൻറ്റർവൽ എ ബി with alpha epsilon of x less than or equal to f of x less than or equal to omega epsilon of x and integral a to b omega epsilon minus alpha epsilon is less than epsilon. ഈ കണ്ടീഷൻ എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് എഫ് റീമാൻ ഇൻറ്റഗ്രബിൾ ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ആൽഫയും ഒമേഗയും റീമാൻ ഇൻറ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് ഇൻറ്റർവൽ എ ബി ആണ്. ആൽഫ ഒമേഗയുടെ ഇടയ്ക്കാണ് എഫിൻ്റെ വാല്യൂ. ഇൻറ്റഗ്രൽ എ ടു ബി ഒമേഗ മൈനസ് ആൽഫ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് നമുക്ക് കൊണ്ട് നമുക്ക് രണ്ടും റീമാൻ ഇൻറ്റഗ്രബിൾ ആയതുകൊണ്ട് ആൽഫയും റീമാൻ ഇൻറ്റഗ്രൽ ആണ്, ഒമേഗയും റീമാൻ ഇൻറ്റഗ്രബിൾ ആയതുകൊണ്ട് നമുക്ക് പറയാം ദെയർ എക്സിസ്റ്റ് ഡെൽറ്റ എപ്സിലോൺ. എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എക്സിസ്റ്റ് ഇൻ സച്ച് ദാറ്റ് പി ഡോട്ട് ഈസ് എനി പാർട്ടീഷൻ വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ. അപ്പോൾ എപ്സിലോണിന് ആൽഫ റീമാൻ ഇൻറ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് ഇൻറ്റർവൽ എ ബി
അതുകൊണ്ട് there exists delta greater than 0 such that if P dot is any partition with norm less than delta, modulus of S alpha Fന് പകരം എസ് എഫ് പി ഡോട്ടിന് പകരം ആൽഫ എപ്സിലോൺ പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലോൺ ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാലോ. അതുപോലെ തന്നെ ഒമേഗ എപ്സിലോണ് റീമാൻ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് ഇതേ എപ്സിലോണ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു ഈ നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ വരുമ്പോഴെല്ലാം എസ് ഒമേഗ എപ്സിലോൺ പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാൻ പറ്റുമല്ലോ. നമുക്ക് ആൽഫയും ഒമേഗയും റീമാൻ ഇൻ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആയതുകൊണ്ട് എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ എപ്സിലോൺ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സച്ച് ദാറ്റ് നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ വരുമ്പോഴെല്ലാം ഈ എസ് ആൽഫ പി മൈനസ് ഇൻ്റഗ്രൽ ആൽഫയുടെ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. എസ് ഒമേഗ പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗയുടെ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഇനി നമ്മൾ ഇതിൻ്റെ മോഡുലസ് മാറ്റുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതിൽ നിന്ന് നമുക്ക് മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എസ് ആൽഫ എപ്സിലോൺ പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലോൺ ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഈ ഇൻ്റഗ്രൽ നമ്മൾ പ്ലസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലോൺ മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എസ് ആൽഫ എപ്സിലോൺ പി ഡോട്ട് ഈസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലോൺ പ്ലസ് എപ്സിലോൺ. ഈ ഒരു ടേം രണ്ട് സൈഡിലോട്ടും പ്ലസ് ചെയ്തു. അതുപോലെ തന്നെ സിമിലറായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എസ് ഒമേഗ എപ്സിലോൺ പി ഡോട്ട് ഈസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ പ്ലസ് എപ്സിലോൺ എന്ന് വരുമല്ലോ. ഇനി നമുക്ക് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ എക്സ് എന്ന് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഇതിനെ 2 എന്നും ഇതിനെ 3 എന്നും വിളിക്കുക. നമുക്ക് തന്നേക്കുന്നതനുസരിച്ച് ആൽഫ എപ്സിലോൺ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ എപ്സിലോൺ ഓഫ് എക്സ് ആണ്. നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ തീറം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ആണെങ്കിൽ എസ് എഫ് പി നമ്മളതിൻ്റെ പ്രൂഫിൽ നമ്മൾ യൂസ് ചെയ്താണ്. എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ആണെങ്കിൽ എസ് എഫ് പി ഡോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ജി പി ഡോട്ട് ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എസ് ആൽഫ പി ഡോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് എഫ് പി ഡോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ഒമേഗ പി ഡോട്ട് എന്ന് പറയാമല്ലോ. ഇതിനെ ഇക്വേഷൻ 4 എന്ന് എടുക്കുക. ഇനി നമുക്ക് 1ഉം 3ഉം 4ഉം കൂടെ യൂസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ തുടങ്ങി, അതായത് നമുക്ക് ഇതെടുത്തു, അവിടെ നിന്ന് ഇതെടുത്തു, ഇതിൽ നിന്ന് നമ്മൾ ഇത്രയും എടുത്തു, എന്നിട്ട് ഇതും കൂടെ എടുക്കാമല്ലോ. അത് നമ്മൾ കമ്പൈൻ ചെയ്യുവാണെങ്കിൽ 2ഉം 3ഉം 4ഉം കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് കിട്ടും. നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലോൺ മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എസ് ആൽഫ എപ്സിലോൺ പി ഡോട്ട് ഇടം വരെ എടുത്തു. പിന്നെ എസ് ആൽഫ ഇതിന് നമ്മൾ ഇത് യൂസ് ചെയ്യുക, ഇത്ര ഇക്വേഷൻ 4 യൂസ് ചെയ്യുക. ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് എഫ് പി ഡോട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ഒമേഗ പി ഡോട്ട് വിച്ച് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ. ഇവിടെ വരുമ്പോൾ തേർഡ് ഇക്വേഷൻ യൂസ് ചെയ്യുവാണ്. ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ പ്ലസ് എപ്സിലോൺ എന്ന് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഇതിൻ്റെ ഈ പാർട്ട് ഇതും മാത്രം എടുക്കുകയാണെങ്കിൽ, ഇത്രയും പോർഷൻ എടുക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലോൺ മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എസ് എഫ് പി ഡോട്ട് ഈസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ പ്ലസ് എപ്സിലോൺ എന്ന് പറയാമല്ലോ. അതിനെ നമുക്ക് ഇക്വേഷൻ 5 എടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്തത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ആൽഫയും ഒമേഗയും എപ്സിലോണെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്കൊരു ആൽഫ എപ്സിലോണോ ഒമേഗ എപ്സിലോണോ റീമാൻ ഇൻ്റഗ്രബിൾ ആയിട്ടുള്ളതുകൊണ്ട് ആൽഫ എപ്സിലോൺ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ എപ്സിലോൺ ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണ്. ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ മൈനസ് ആൽഫ എപ്സിലോൺ ലെസ് ദാൻ എപ്സിലോൺ ഇത്രയും കണ്ടീഷൻ തന്നിട്ടുണ്ട്. എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആൽഫയും ഒമേഗയും റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്നുള്ള കണ്ടീഷൻ യൂസ് ചെയ്ത് നമുക്ക് ഈ 2 റിസൾട്ട് കിട്ടി. പിന്നെ ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ എപ്സിലോൺ എന്നുള്ള കണ്ടീഷൻ യൂസ് ചെയ്തപ്പോൾ നമുക്ക് ഈ റിസൾട്ട് കിട്ടി. അതും എല്ലാം കൂടെ കമ്പൈൻ ചെയ്തപ്പം ഇത് കിട്ടി, അതിൽ നിന്ന് നമ്മളിത് കിട്ടി. അപ്പം നമുക്ക് ഇപ്പം
നിലവിൽ ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലോൺ മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എസ് എഫ് പി ഡോട്ട് ഈസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ പ്ലസ് എപ്സിലോൺ എന്ന് കിട്ടി. ഇനി നമ്മൾ ക്യൂ ഡോട്ട് നമ്മൾ വേറൊരു പാർട്ടീഷൻ എടുക്കുവാണെങ്കിൽ നമുക്ക് പി ഡോട്ട് ഒരു ആർബിട്രറി പാർട്ടീഷനാണ് നമ്മൾ എടുത്തേക്കുന്നത്. നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ വരുന്ന ഒരു ആർബിട്രറി പാർട്ടീഷൻ എടുത്തു. ക്യൂ ഡോട്ട് നമ്മൾ വേറൊരു പാർട്ടീഷൻ എടുക്കുവാണ്. ഇതേപോലെ തന്നെ ക്യൂ ഡോട്ട് ബി അനദർ പാർട്ടീഷൻ വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ, നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ വരുന്ന വേറൊരു പാർട്ടീഷൻ നമ്മൾ എടുക്കുവാണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലോൺ മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എസ് എഫ് ക്യൂ ഡോട്ട് ഈസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ പ്ലസ് എപ്സിലോൺ എന്ന് പറയാമല്ലോ. അതിന് ഇക്വേഷൻ 6 എടുക്കുക. നമ്മൾ ഇവിടെ പി ഡോട്ട് എന്ന് പറഞ്ഞൊരു ആർബിട്രറി പാർട്ടീഷൻ ആയിരുന്നു ഹൂസ് നോം ഈസ് ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ. അപ്പം ഏത് പാർട്ടീഷനും വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം നമ്മൾ ക്യൂ ഡോട്ട് എന്നും പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഒരു ഇതെടുത്തു. ഇനി നമ്മൾ ഇതിനെ മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇതെന്താ ഇൻഇക്വാളിറ്റി തിരിഞ്ഞു വരും. അപ്പോൾ നമുക്ക് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലോൺ പ്ലസ് എപ്സിലോൺ ഈസ് ഗ്രേറ്റർ ദാൻ ആവും. ഇൻഇക്വാളിറ്റി തിരിഞ്ഞു വരുമല്ലോ. മൈനസ് എസ് എഫ് ക്യൂ ഡോട്ട് ഈസ് ഗ്രേറ്റർ ദാൻ മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ മൈനസ് എപ്സിലോൺ. തിരിച്ച് എഴുതുവാണെങ്കിൽ അത് ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ മൈനസ് എസ് എഫ് ക്യൂ ഡോട്ട് ഈസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലോൺ പ്ലസ് എപ്സിലോൺ വരും. ഇതിനെ 7 എടുക്കുക. അപ്പം നമ്മൾ 5 മൈനസ് 6 ചെയ്യുന്നതിന് പകരം നമുക്ക് 5 പ്ലസ് 7 ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്യും. 5ഉം 7ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലോൺ മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ. പിന്നെ ഇവിടെ നമുക്ക് മൈനസ് എപ്സിലോൺ, ഇവിടെ മൈനസ് എപ്സിലോൺ. അപ്പോൾ അത് മൈനസ് 2 എപ്സിലോൺ ഈസ് ലെസ് ദാൻ എസ് എഫ് പി ഡോട്ട് മൈനസ് എസ് എഫ് ക്യൂ ഡോട്ട് ഈസ് ലെസ് ദാൻ. ഇനി ഇവിടെ ആഡ് ചെയ്യുമ്പം ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ പ്ലസ് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലോൺ പ്ലസ് 2 എപ്സിലോൺ എന്ന് കിട്ടും. നമുക്കതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള റിസൾട്ട് ഇൻ്റഗ്രൽ എ ടു ബി നമുക്ക് ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ മൈനസ് ആൽഫ എപ്സിലോൺ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ഉണ്ട്. അപ്പോൾ ആ ഒമേഗ എപ്സിലോൺ മൈനസ് ആൽഫ എപ്സിലോൺ നമുക്കിതിനെ ഇവിടുന്ന് നമ്മൾ ഇവിടെ നമുക്ക് ആൽഫ എപ്സിലോൺ ഇതിനകത്ത് നമ്മൾ മൈനസ് പുറത്തെടുത്താൽ മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ഒമേഗ ഇൻ്റഗ്രൽ എ ടു ബി ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുവാണ്. മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ മൈനസ് ആൽഫ എപ്സിലോൺ minus 2 epsilon is less than SF P dot minus SF Q dot is less than ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ മൈനസ് ആൽഫ എപ്സിലോൺ പ്ലസ് 2 എപ്സിലോൺ എന്ന് വരും. അപ്പോൾ നമുക്ക് എസ് എഫ് പി ഡോട്ട് മൈനസ് എസ് എഫ് ക്യൂ ഡോട്ടിൻ്റെ വാല്യൂ ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ മൈനസ് ആൽഫ എപ്സിലോൺ എന്നുള്ളതിൻ്റെ മൈനസ് 2 എപ്സിലോണും പ്ലസ് ഇതും കിട്ടി. അപ്പോൾ നമുക്കിതിൻ്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് ഇത് ലെസ് ദാൻ എന്ന ഫോമിൽ നമുക്ക് പറയാമല്ലോ. ദെർഫോർ മോഡുലസ് ഓഫ് എസ് എഫ് പി ഡോട്ട് മൈനസ് എസ് എഫ് ക്യൂ ഡോട്ട് ഈസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ മൈനസ് ആൽഫ എപ്സിലോൺ പ്ലസ് 2 എപ്സിലോൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇതിൻ്റെ നെഗറ്റീവാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പം ഇത് മൈനസ് എൽ ലെസ് ദാൻ ദിസ് ഫോമില ലെസ് ദാൻ പ്ലസ് എൽ ഫോമിലായതുകൊണ്ട് നമുക്കിങ്ങനെ എഴുതാം. ഇനി ഇൻ്റഗ്രൽ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ മൈനസ് ആൽഫ എപ്സിലോൺ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആണ്. സോ ദിസ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ പ്ലസ് 2 എപ്സിലോൺ. അത് ഈക്വൽ ടു 3 എപ്സിലോൺ ആണ്. നമുക്ക് എസ് എഫ് പി ഡോട്ട് മൈനസ് എസ് എഫ് ക്യൂ ഡോട്ടിൻ്റെ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ഫോമിൽ കിട്ടി. അപ്പോൾ എസ് എഫ് പി ഡോട്ട് മൈനസ് എസ് എഫ് ക്യൂ ഡോട്ട് പി ഡോട്ടും ക്യൂ ഡോട്ടും പാർട്ടീഷൻസ് വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ ആയപ്പം നമുക്ക് എസ് എഫ് പി ഡോട്ട് മൈനസ് എസ് എഫ് ക്യൂ ഡോട്ടിൻ്റെ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ഫോമിൽ 3 എപ്സിലോൺ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്സിലോൺ ഫോമിൽ കൺസിഡർ ചെയ്യാം. ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? കോഷീസ് ക്രൈറ്റീരിയ അനുസരിച്ച് കോഷീസ് ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് എഫ് റീമാൻ ഇൻറ്റഗ്രബിൾ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ എപ്സിലോൺ ആർബിട്രറി എപ്സിലോൺ കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ കിട്ടി. അപ്പോൾ നമുക്ക് ഏത് എപ്സിലോണും കിട്ടും. അപ്പോൾ നമുക്ക് കോഷീസ് ക്രൈറ്റീരിയ വെച്ചിട്ട് എഫ് റീമാൻ ഇൻറ്റഗ്രബിൾ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടം വരെ ചെയ്തതെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വേറൊരു പാർട്ടീഷനും എടുത്തു. ഇതേ നോർമൽ ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ വരുന്ന പോലെ. അപ്പോൾ നമുക്ക് ഇത് കിട്ടി. പിന്നെ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പം നമുക്ക് ഈ റിസൾട്ട് കിട്ടി.
അപ്പോൾ അതിനെ നമ്മൾ മോഡുലസ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടി. അപ്പോൾ നമ്മൾ 2 പാർട്ടാണ് ചെയ്തത്. ഫസ്റ്റ് പാർട്ട് വളരെ സിമ്പിളായിരുന്നു. ഫസ്റ്റ് പാർട്ട് നമ്മൾ എഫ് റെയ്മാൻ ഇൻറ്റഗ്രബിളിൽ നിന്ന് എടുത്തു. എഫ് റെയ്മാൻ ഇൻറ്റഗ്രബിളിൽ നിന്ന് എടുത്തിട്ട് ആൽഫായും ഒമേഗയും നമ്മൾ എഫ് തന്നെ എടുക്കുമ്പോൾ ആൽഫ ഈക്വൽ ടു ഒമേഗ ഈക്വൽ ടു എഫ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഒമേഗ മൈനസ് ആൽഫ എപ്സിലോൺ എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് അത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അത് വളരെ പെട്ടെന്ന് കിട്ടി. പിന്നെ നമ്മൾ യൂസ് ചെയ്തത് ആൽഫയും ഒമേഗയും റെയ്മാൻ ഇൻറ്റഗ്രബിളാണ്. അതുകൊണ്ട് ഈ 2 കണ്ടീഷൻ നമുക്ക് കിട്ടി. അതിൽ നിന്ന് നമുക്ക് ഇത് രണ്ടും കിട്ടി. പിന്നെ നമ്മൾ ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ ആയതുകൊണ്ട് റെയ്മാൻ സം എടുക്കുമ്പോഴും ഇതേപോലെ കിട്ടും. അത് അപ്പം 2ഉം 3ഉം 4ഉം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ റിസൾട്ട് കിട്ടി. അതിൽ നിന്ന് ഇത് കിട്ടി. പിന്നെ നമ്മൾ പി ഡോട്ടിന് പകരം ക്യൂ ഡോട്ട് എടുത്തു, വേറൊരു പാർട്ടീഷൻ. എന്നിട്ട് ഇപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ ഇത് കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടി. ഇനി നമുക്കുള്ളത് ഡെഫിനിഷനാണ്. ആദ്യം നമുക്ക് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്താണെന്ന്. സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് മാത്രം എടുക്കുന്ന ഇങ്ങനത്തെ ഫംഗ്ഷനുകളെയാണ് നമ്മൾ ഇവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ ഫംഗ്ഷൻസ് വരുമ്പം ചിലപ്പം 2 ഒരേ വാല്യൂസ് വരും. ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഇതും സെയിം വാല്യൂസ് ആണല്ലോ. അപ്പം സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനായിട്ട് നമ്മൾ പറയുമ്പം ഒരു ക്ലോസ്ഡ് ഇൻ്റർവൽ AB ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. A function phi from closed interval AB to R is said to be a step function if it has only a finite number of distinct values. ഇപ്പോൾ നോക്കിയാൽ 1, 2 ഇവിടെ 3 ഡിസ്റ്റിങ് വാല്യൂസ് ഈ ഫംഗ്ഷൻ തന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്റ്റിങ് വാല്യൂസ് മാത്രമുള്ള ഫംഗ്ഷന് ഈച്ച് വാല്യൂ ബീയിങ് assumed on one or more sub-intervals of closed interval AB. അപ്പോൾ ഈ വാല്യൂസ് ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസേ ഉള്ളൂ. അത് പല സബ് ഇൻ്റർവൽസിൽ ഒന്നോ അതിക്കുള്ള സബ് ഇൻ്റർവൽസ് ആ വാല്യൂസ് അസ്യൂം ചെയ്യാം. അങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ. അത് ഇപ്പോൾ നോക്കിയാൽ 1, 2, 3 വാല്യൂസ് ഇത് അസൈൻ ചെയ്തിട്ടുള്ളൂ. ഈ ഇൻ്റർവെല്ലിലും സെയിം ആണ്. പിന്നെ അടുത്തത് വരുമ്പോൾ വേണം ഇവിടെ ആയിരിക്കും അങ്ങനെ പോകുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ഇങ്ങോട്ട് താഴോട്ട് പോകാം. അങ്ങനെ വരുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിന് ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂകളെ അതിനുള്ളൂ. ഓരോ സബ് ഇൻ്റർവെല്ലിലും ആ വാല്യൂസ് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാണാൻ പോകുന്നത് സ്റ്റെപ്പ് ഫംഗ്ഷനുകളെല്ലാം റെയ്മാൻ ഇൻറ്റഗ്രബിൾ ആണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സസ് ഓഫ് റെയ്മാൻ ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻ എന്നുള്ളതാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പം ഇനി നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് നമ്മൾ പറയും സ്റ്റെപ്പ് ഫംഗ്ഷനുകളെല്ലാം റെയ്മാൻ ഇൻറ്റഗ്രബിൾ ആണ് കാണിക്കാൻ പോവുക. അതിനു വേണ്ടിയാണ് അടുത്ത ലെമ്മ പറയുന്നത്. ആ തിയറത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലെമ്മയാണ് ഇഫ് ജെ ഈസ് എ സബ് ഇൻ്റർവൽ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ AB having n points C less than D. അപ്പം ക്ലോസ്ഡ് ഇൻ്റർവൽ ABയുടെ ഒരു സബ്സെറ്റാണ് ക്ലോസ്ഡ് ഇൻ്റർവൽ CD. ക്ലോസ്ഡ് ഇൻ്റർവൽ അല്ല n പോയിൻറ്റ്സ് C ആൻഡ് D. ക്ലോസ്ഡ് ഇൻ്റർവൽ ആണെന്ന് പറയുന്നില്ല. ജെ എന്ന് പറയുന്നത് ഇൻ്റർവെല്ലിൽ ജെയുടെ ഇൻ്റർവെല്ലിൻ്റെ എൻഡ് പോയിൻറ്റുകൾ സിയും ഡിയും ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ 5J ഓഫ് എക്സ് ജെ എന്നുള്ള ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ് ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് ജെ and 5J of x equal to 0 elsewhere in closed interval AB. In J, not in J. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ AB ഇപ്പോൾ നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ AB എന്ന് പറയുന്നത് ഇതാണ് എങ്കിൽ സിയും ഡിയും ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ ഈ ഇൻ്റർവെല്ലിലെ പോയിൻ്റ് ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആയിരിക്കും. അല്ലാത്തടത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 5J എന്നുള്ള ഫംഗ്ഷൻ റെയ്മാൻ ഇൻ്റഗ്രബിൾ ആണ്. ആൻഡ് ഇൻ്റഗ്രൽ A to B 5J ഓഫ് എക്സ് എന്ന് പറയുന്നത് D മൈനസ് C ലെങ്ത് ഓഫ് J എന്നുള്ളതാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ ലെമ്മ പറയുന്നത് എന്താ, നമ്മളൊരു ക്ലോസ്ഡ് ഇൻ്റർവൽ AB കൺസിഡർ ചെയ്തു. എന്നിട്ട് J എന്ന് പറഞ്ഞൊരു ഇൻ്റർവെല് സിയും ഡിയും എൻ പോയിൻറ്റ്സ് വരുന്ന J എന്ന് പറഞ്ഞൊരു ഇൻ്റർവെൽ എടുത്തു. എന്നിട്ട് 5J ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തേക്കുന്നത് ഈക്വൽ ടു 1 ഇൻ J ഈക്വൽ ടു 0 ഫോർ എക്സ് നോട്ട് ഇൻ J എന്ന് ഡിഫൈൻ ചെയ്തു. ഇനി 5J ഓഫ് എക്സിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ D മൈനസ് C എന്നാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ തൽക്കാലത്തേക്ക് J എന്ന് പറയുന്ന ക്ലോസ് ഇൻ്റർവൽ CD എടുക്കുക. നമുക്ക് ഹാഫ് ഓപ്പൺ വരാം, അല്ലെങ്കിൽ ഓപ്പൺ ഇൻ്റർവൽ CD വരാം. കാരണം ജെയുടെ എൻ പോയിൻറ്റുകൾ സിയും ഡിയും ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ തൽക്കാലത്തേക്ക് J എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവൽ CD എടുക്കുക വിത്ത് C ലെസ് ദാൻ D. ഇതിന് പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഓപ്പൺ C ക്ലോസ്ഡ് D എടുക്കാം, C ക്ലോസ്ഡ് D എടുക്കാം, അല്ലെങ്കിൽ CD. ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ക്ലോസ്ഡ് ഇൻ്റർവൽ CD, ഈ ഹാഫ് ഓപ്പൺ ഇൻ്റർവൽസ് 2 പിന്നെ ഓപ്പൺ ഇൻ്റർവൽ CD 4 ഓപ്ഷൻസ് ഉണ്ട്. അതിലെ ആദ്യത്തെ ഓപ്ഷനാണ് നമ്മൾ എടുത്തേക്കുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ CD എന്ന് എടുക്കുക. എന്നിട്ട് നമ്മൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ എപ്സിലോൺ നിന്ന് എപ്സിലോൺ ബൈ 4 എടുക്കുക. അപ്പം P ഡോട്ട് B എനി ടാഗ്ഡ് പാർട്ടീഷൻ വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ എടുക്കുകയാണെങ്കിൽ 5J ഓഫ് എക്സ് ഡെഫിനിഷൻ അനുസരിച്ച് 1ഉം 0യും
വെൻ എക്സ് എലമെൻറ്റ് ഓഫ് ജെ എക്സ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ജെ എന്നെടുത്തു. അപ്പം നമ്മൾ ഫൈ എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി മൊത്തം ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. അത് ജെയിൽ ആ ഇൻ്റർവലിൻ്റെ അകത്ത് ഒരു സബ് ഇൻ്റർവലാണ് ജെ. അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ 1ഉം അല്ലാത്തടത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ 0യും ആണ് നമ്മൾ എടുത്തു. അപ്പോൾ ഫൈ ജെ ഓഫ് എക്സ് ഈക്വൽ ടു 1 ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് ജെ ഈക്വൽ ടു 0 ഫോർ എക്സ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ജെ. ഇനി നമ്മൾ പി ഡോട്ട് എന്ന് പറയുന്നത് നമ്മളൊരു പി ഡോട്ട് നമ്മൾ ടാഗ്ഡ് പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എഴുതുക. പി ഡോട്ട് എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയുടെ ഒരു ടാഗ്ഡ് പാർട്ടീഷനാണ്. അപ്പോൾ നമുക്ക് P1 അതിനെ പി ഡോട്ടിനെ നമുക്ക് P1 ഡോട്ടും P2 ഡോട്ടും ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പി ഡോട്ട് എന്ന് പറയുന്നത് ആണ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയുടെ ഒരു പാർട്ടീഷൻ. അതിൻ്റെ അകത്ത് P1 ഡോട്ട് ബി ദ സബ്സെറ്റ് ഓഫ് പി ഡോട്ട് ഹാവിങ് ടാഗ്സ് ഇൻ ജെ. ടാഗ്സ് ജെയിൽ വരുന്നതിന് നമ്മൾ P1 ഡോട്ട് എന്നുള്ളത് എടുത്തു. ടാഗ്സ് നോട്ട് ഇൻ ജെ ആണെങ്കിൽ അത് P2 ഡോട്ട്. അപ്പം ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയുടെ സബ് ഇൻ്റർവലുകൾ നമ്മളിങ്ങനെ എടുക്കുമ്പം അതിൻ്റെ ടാഗുകൾ ഇവിടെ വരുവാണെങ്കിൽ അത് P2 ഡോട്ട് എന്ന് പറയും. ടാഗുകൾ ഈ ഇൻ്റർവലിൻ്റെ സിക്കും ഡിക്കും ഇടയ്ക്കാണ് വരുന്നത്, ഈ ജെയ്ക്കകത്താണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ P1 ഡോട്ട് എന്ന് എടുക്കും. അപ്പം നമുക്കറിയാം ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പം എസ് എഫ് പി ഡോട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എസ് എഫ് P1 ഡോട്ട് പ്ലസ് എസ് എഫ് P2 ഡോട്ട് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. എസ് എഫ് പി ഡോട്ട് എന്ന് പറയുന്നത് എസ് എഫ് P1 ഡോട്ട്, ഇവിടെ എഫ് അല്ല 5J, ഇവിടെയും 5J ആണ്, 5J ഇവിടെ 5J. ഇപ്പോൾ 5J പി ഡോട്ട് എന്ന് പറയുന്നത് 5J P1 ഡോട്ട് പ്ലസ് 5J P2 ഡോട്ടാണ്. അപ്പം P2 ഡോട്ടിൽ പക്ഷേ എന്താ ടാഗുകൾ നോട്ട് ഇൻ ജെയാണ്. ടാഗുകൾ ജെയിലാണെങ്കിൽ മാത്രമേ ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് 1 ഉള്ളൂ. ടാഗുകൾ നോട്ട് ഇൻ ജെ ആണെങ്കിൽ അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് എസ് 5J P2 ഡോട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കില്ലേ. കാരണം P2 ഡോട്ടിലാണ് എങ്കിൽ അവിടുത്തെ പോയിന്റുകളെല്ലാം ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് ആ സമം 0 ആയിരിക്കും. ഇനി നമുക്ക് 5J P1 ഡോട്ട്, അപ്പം നമുക്ക് എസ് 5J P ഡോട്ട് എന്ന് പറയുന്ന നമുക്ക് എസ് 5J P ഡോട്ട് എന്ന് പറയുന്നത് എസ് 5J P1 ഡോട്ട് തന്നെയാണെന്ന് പറയാൻ പറ്റും. ഇനി എസ് 5J P ഡോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ 5J P1 ഡോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ അത് ഡെഫിനേഷൻ എഫ് ഓഫ് ടി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1 ഹൂസ് ടാഗ്സ് ആർ ഇൻ P1 ഡോട്ടാണ്. P1 ഡോട്ടിലാകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1 എന്ന് വരും. ഈ P1 ഡോട്ടിൽ എന്ന് പറയുമ്പം ടാഗുകൾ ജെയിൽ വരുമ്പോഴാണ് നമ്മൾ P1 ഡോട്ടിൽ വരുന്നത്. അപ്പം അതിൻ്റെ അകത്തെ പോയിന്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സിക്കും ഡിക്കും ഇടയ്ക്കുള്ള പോയിന്റുകളാണ് വരാൻ സാധ്യത. പിന്നെ മാക്സിമം 2 സബ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ സി എന്ന് പറയുന്നത് 1ഉം ഡി എന്ന് പറയുന്നത് 2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഒരു ഇൻ്റർവെൽ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ഇൻ്റർവെൽ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക, സബ് ഇൻ്റർവെൽസ് അപ്പം ഇവിടെ നമ്മൾ സബ് ഇൻ്റർവെലുകൾ എടുക്കുമ്പം ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ സബ് ഇൻ്റർവെലുകളൊക്കെ ഉണ്ട്. ഈ സബ് ഇൻ്റർവെലിന് ടാഗ് കുറച്ച് പോർഷൻസ് ഈ സീഡ് ഇപ്പുറത്തോട്ടും കുറച്ച് പോയിൻറ്റ്സ് സീഡ് അപ്പുറത്തോട്ടും ആയതുകൊണ്ട് ഇതിൻ്റെ ടാഗ് ജയിക്കകത്ത് വരാം. അതുപോലെ തന്നെ ഇവിടെ വരുമ്പം ഇപ്പം അതായത് ഡി എന്നുള്ള പോയിൻ്റ് ഇത് സി എന്നുള്ള പോയിൻറ്റും. അപ്പം ഈ എൻ പോയിൻ്റ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടത്തെ ടാഗും നമുക്ക് ഇത് പുറത്തോട്ട് വരുന്ന ഒരൊറ്റ ഇൻ്റർവെല്ലിൽ ടാഗ് ജെ വരാം. അതുപോലെ തന്നെ ഇങ്ങനൊരു ഇൻ്റർവെൽ ഉണ്ടെങ്കിൽ ഡി ഇടയ്ക്ക് വരുന്ന പോലത്തെ ഒരു ഇൻ്റർവെൽ ഉണ്ടെങ്കിൽ അതിൻ്റെയും ടാഗ് ജെയ്ക്കകത്ത് വരാം, പക്ഷേ കുറച്ച് പോയിൻറ്റ്സ് പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഈ ഓരോ സബ് ഇൻ്റർവെലിൻ്റെ ലെങ്തിൻ ലെസ് ദാൻ ഡെൽറ്റ എക്സ്. അപ്പോൾ മാക്സിമം 2 ഇൻ്റർവെലേ സി ഡി എന്നുള്ള ഇൻ്റർവെല്ലിൻ്റെ പുറത്ത് വരുള്ളൂ. അതായത് P1 ഡോട്ടിൻ്റെ സബ് ഇൻ്റർവെൽസിൻ്റെ P1 ഡോട്ടിൻ്റെ സബ് ഇൻ്റർവെലുകൾ നമ്മൾ കൺസിഡർ ചെയ്തപ്പം അതിൻ്റെ അകത്ത് മാക്സിമം 2 ഇൻ്റർവെല് സിയുടെയും ഡിയുടെയും ഇപ്പുറത്തോട്ട് വരത്തുള്ളൂ. സിയുടെയും ഡി നമ്മൾ ജെയുടെ പുറത്തോട്ട് വരുന്ന 2 ഇൻ്റർവെലേ മാക്സിമം കാണത്തുള്ളൂ. 2 സബ് ദാറ്റ് ആർ നോട്ട് ഇൻ ജെയിലില്ലാത്ത 2 ഇൻ്റർവെൽസേ മാക്സിമം വരത്തുള്ളൂ. അപ്പം നമുക്ക് ഓരോ ഇൻ്റർവെലിൽ നിന്ന് ഡെൽറ്റ എപ്സിലോൺ ആയതുകൊണ്ട് നമുക്ക് ഇത് സം ചെയ്യുമ്പോൾ എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1 സം ചെയ്യുമ്പം ഇവിടം തൊട്ടുള്ള സമ്മ് ഇത്രയും ടേമുകളുടെ സം എന്ന് പറയുന്നത് ഡി മൈനസ് സിയാണ്. പിന്നെ ഇങ്ങോട്ടുള്ളതും കാണിക്കാൻ വേണ്ടി 2 എണ്ണം ഉള്ളത് കൊണ്ട് ഡെൽറ്റ എപ്സിലോൺ. സോ ദിസ് ഈസ് ലെസ് ദാൻ ഡി മൈനസ് സി. ദിസ് ഈസ് ലെസ് ദാൻ ഡി മൈനസ് സി പ്ലസ് 2 ഡെൽറ്റ എപ്സിലോൺ എന്ന് നമുക്ക് പറയാലോ. കാരണം ഇത്രേ ഉള്ളൂ. നമ്മൾ ഇച്ചിരി വലുതായിട്ട് വരയ്ക്കുവാണെങ്കിൽ ഇത് നമ്മുടെ സിയും ഇത് നമ്മുടെ ഡിയും ആണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പല സബ് ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇത് സിയും ഇത് ഡിയും ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തപ്പം ഇതിങ്ങനെയാണ് കിടക്കുന്നത്.
അൺഓവർലാപ്പ് ഏരിയ നോൺ ഓവർലാപ്പിംഗ് ഇൻ്റർവൽസ് ആണ്. അപ്പോൾ ഇതിങ്ങനെ വന്നപ്പം ഈ ഒരു ഇൻ്റർവലിൻ്റെ കേസിൽ കുറച്ച് പോയിൻറ്റ്സ് പുറത്ത് വരും. അതുപോലെ തന്നെ ഈ ഒരു ഇൻ്റർവലിൻ്റെ കേസിലും ഇവിടം വരെ ഉള്ളത് ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളത് ജയിക്കാതുള്ളൂ. അപ്പം കുറച്ച് പോർഷൻ ഇവിടെ ജെയുടെ പുറത്തുണ്ട്, ഇവിടെയും കുറച്ച് പോർഷൻ ജെയുടെ പുറത്തുണ്ട്. അപ്പം നമുക്ക് നമ്മൾ ലെങ്ത് ഓഫ് ദി ഇൻ്റർവൽ എടുക്കുമ്പം സി തൊട്ട് ഡി വരെ ഉള്ളതിൻ്റെ ഈ ലെങ്ത് ഓഫ് ദി ഇൻ്റർവൽ സം ചെയ്യുമ്പം ഈ ഡി മൈനസ് സി എന്തായാലും വരും, അതിൻ്റെ കൂടെ കുറച്ചും കൂടെ പോർഷൻസ് വരും. അപ്പോൾ ആ കുറച്ച് പോർഷൻസ് ഓരോ ഇൻ്റർവലിൻ്റെ ലെങ്ത് ഡെൽറ്റ എപ്സിലോൺ ആയതുകൊണ്ട് മാക്സിമം 2 ഇൻ്റർവലേ പുറത്തുള്ളൂ. സോ നമുക്കതിനെ ഡി മൈനസ് സി പ്ലസ് 2 ഡെൽറ്റ എപ്സിലോൺ എന്ന് പറയാം. അപ്പം നമുക്ക് എന്താ കിട്ടിയത്? S5j P dot S5j P1 dot is less than D minus C plus 2 delta epsilon എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് S5j P1 dot minus D minus C മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 2 ഡെൽറ്റ എപ്സിലോൺ. ഇനി ഡെൽറ്റ എപ്സിലോൺ എന്ന് പറയുന്നത് നമുക്കറിയാം എപ്സിലോൺ ബൈ 4 എന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്, വിച്ച് ഈസ് ലെസ് ദാൻ ഇതിനെ നമ്മൾ ഈക്വൽ ടു 2 ഇൻറ്റു എപ്സിലോൺ ബൈ 4 ചെയ്യുമ്പം ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് കിട്ടും. അപ്പം S5j P1 ഡോട്ട് മൈനസ് ഡി മൈനസ് സി ചെയ്തപ്പം നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് കിട്ടി. ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന്. അപ്പോൾ എപ്സിലോൺ ആർബിട്രറി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 5j P1 ഡോട്ടിൻ്റെ വാല്യൂ. അപ്പം S5j P1 ഡോട്ട് എന്ന് പറയുന്നത് ആണ് S5j P ഡോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് ഡി മൈനസ് സി ആയിട്ടുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയതുകൊണ്ട് ഇൻ്റഗ്രൽ 5j ഫ്രം A to B എന്ന് പറയുന്നത്, A to B ആണ് ഫുൾ ഇൻ്റർവൽ. അപ്പോൾ 5j എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി മൈനസ് സി ആയിരിക്കും. അപ്പോൾ നമ്മൾ സിയും ഡിയും എൻ പോയിൻറ്റ്സ് വരുന്ന ഒരു ഇൻ്റർവലാണ് ജെ എന്നെടുത്ത്, എന്നിട്ട് അവിടെ ജയിലെ ഇൻ്റർവലിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1 അല്ലാത്ത ഫംഗ്ഷൻ്റെ വാല്യൂ 0 എടുത്തപ്പോൾ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ നമുക്ക് ഡി മൈനസ് സി എന്ന് കിട്ടി. ഇനി നമുക്ക് 5j ഓഫ് ക്ലോസ്ഡ് നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ സി ഡിയുടെ ആണ് എടുത്തത്. ക്ലോസ്ഡ് സി ഓപ്പൺ ഡി എടുക്കുവാണെങ്കിൽ അത് 5 ഓഫ് ക്ലോസ്ഡ് സി ഡി മൈനസ് 5 ഓഫ് ക്ലോസ്ഡ് ഡി ഡി. ഡി ഡി എന്ന് പറയുമ്പോൾ ഡി മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അതായത് ക്ലോസ്ഡ് ഇൻ്റർവൽ സി ഡിക്ക് അതിന് ഡി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ്ഡ് ഇൻ്റർവൽ സി ഓപ്പൺ ഡിയുടെ കിട്ടും. അതുപോലെ ക്ലോസ്ഡ് ഇൻ്റർവൽ ഓപ്പൺ സി ക്ലോസ്ഡ് ഡി എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് ക്ലോസ്ഡ് ഇൻ്റർവൽ സി ഡിക്ക് അകത്ത് നിന്ന് സി സി കുറച്ചാൽ പോരെ, മൈനസ് 5 ഓഫ് സി സി എന്ന് പറയാം. ഇനി ഓപ്പൺ സി ഡി ആണെങ്കിൽ അതെന്ന് പറയുന്നത് എന്താണ്? 5 ഓഫ് സി ഡി. ഈ ഒരു സൈഡ് ക്ലോസ് ആക്കി ഒരു സൈഡ് ഓപ്പൺ. അത് നമ്മളിപ്പോൾ ചെയ്ത 5 ഓഫ് സി ഡി എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് കിട്ടി. അപ്പം അത് മൈനസ് 5 ഓഫ് സി സി എന്ന് പറയാം. അപ്പോൾ ആക്ച്വലി എന്ത് വരും? 5 ഓഫ് സി ഡി മൈനസ് 5 ഓഫ് സി സി മൈനസ് 5 ഓഫ് ഡി ഡി എന്ന് വരും. അപ്പം ഇതിൻ്റെ എല്ലാം 5 ഓഫ് ഡി ഡി ഇതിൻ്റെ എല്ലാം 5 ഓഫ് സി സിയുടെ വാല്യൂ കാരണം എന്താ ഒരേ പോയിന്റിൽ നിന്നുള്ള വാല്യൂസ് ആയതുകൊണ്ട് ഇത് 0 ആയിരിക്കും, ഇത് 0 ആയിരിക്കും, ഈ സെയിം 0 ആയിരിക്കും, ഈ 2 ടേം 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് 5 ഓഫ് സി ഡി എന്ന് പറയുന്നത് 5 ഓഫ് ഈ സി ഡി തന്നെ ആയിരിക്കും. അപ്പം ഒരു സൈഡ് ഓപ്പണും ഒരു സൈഡ് ക്ലോസ്ഡ് ആണെങ്കിലും 2 സൈഡ് ക്ലോസ്ഡ് ആണെങ്കിലും 2 സൈഡ് ഓപ്പൺ ആണെങ്കിലും നമുക്ക് അവിടെ എല്ലാം 5j ഓഫ് സി ഡി എന്ന് പറയുന്നത് 5 ഓഫ് സി ഡി എന്ന് പറയുന്നത് സെയിം തന്നെയാണ് കിട്ടുന്നത്. ഇവിടെ എല്ലാത്തിൻ്റെയും വാല്യൂ ഡി മൈനസ് സി. അപ്പോൾ സിയും ഡിയും എൻ പോയിൻറ്റ്സ് വരുന്നിടത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ 1 ബാക്കിയുള്ളിടത്തെല്ലാം ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിട്ട് ഡിഫൈൻ ചെയ്താൽ ആ ജെ എന്നുള്ള ഇൻ്റർവൽ ക്ലോസ്ഡ് ആണെങ്കിലും ഓപ്പൺ ആണെങ്കിലും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡി മൈനസ് സി എന്നാണ് നമ്മൾ കാണിച്ചത്. അപ്പോൾ ചെയ്ത പ്രോസസ്സ് എന്താണ്? നമ്മൾ ജെ എന്ന് പറയുന്നൊരു ഇൻ്റർവലിൽ സി ഡി എന്നുള്ള സിയും ഡിയും എൻ പോയിൻറ്റ്സ് വരെ ഇൻ്റർവൽ നമ്മൾ അതിൻ്റെ അകത്ത് ക്ലോസ്ഡ് ഇൻ്റർവൽ സി ഡി എന്നുള്ള കേസാണ് കൺസിഡർ ചെയ്തത്. എന്നിട്ട് എപ്സിലോൺ കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ എപ്സിലോൺ ബൈ 4 എന്ന് ഡിഫൈൻ ചെയ്തു. 5j ഓഫ് x എന്നിങ്ങനെ ഡിഫൈൻ ചെയ്തു. അപ്പം P1 ഡോട്ട് എന്ന് പറഞ്ഞാൽ ടാക്സ് ജെയിലുള്ളത്, P2 ഡോട്ട് എന്ന് പറഞ്ഞാൽ ടാക്സ് നോട്ട് ഇൻ ജെ. ടാക്സ് നോട്ട് ഇൻ ജെ ആണെങ്കിൽ അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. ടാക്സ് ഇൻ ജെ ആണെങ്കിൽ അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. ഇനി ഒരു ഇൻ്റർവെല്ലില്ല നമ്മൾ സി ഡി എന്നുള്ള ഇൻ്റർവെല്ലിൻ്റെ ടാഗ് അപ്പം സിയും ഡിയും അപ്പോൾ നമ്മൾ ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ A തൊട്ട് B വരെ ഉള്ളതിൻ്റെ ടാഗുകൾ. അപ്പോൾ അതിൻ്റെ അകത്ത് ടാഗ് സിയിൽ വരുന്ന
സി ഡിക്ക് ജെയ്ക്കകത്ത് വരുന്ന ഒരു ഇൻ്റർവെൽ വേണമെങ്കിൽ ഇവിടെ ഒരു ഇൻ്റർവെൽ ഇവിടെ ഒരു ഇൻ്റർവെൽ ഈ ജെയുടെ പുറത്തോട്ട് വരാം. അപ്പം സി തൊട്ട് ഡി വരെയുള്ള ഇൻ്റർവെലിൻ്റെ ലെങ്ത് D-C ആണ്. അപ്പോൾ അത് കൂടാതെ രണ്ടെണ്ണം കൂടെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഡെൽറ്റ എപ്സിലോൺ എടുത്തു. അപ്പോൾ നമുക്ക് S5JP അതിൻ്റെ ഈ വാല്യൂ D-C + 2 ഡെൽറ്റ എപ്സിലോൺ ആയതുകൊണ്ട് ഇതിങ്ങനെ കിട്ടി. അപ്പം നമുക്ക് SQJ_P1 ഡോട്ട് എന്ന് പറയുന്നത് P ഡോട്ടിൻ്റെ തന്നെയാണ് വരുന്നത്. അപ്പം ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് D-C കിട്ടി. പിന്നെ നമ്മൾ പറയുന്നത് നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ സിയുടെ കേസാണ് കൺസിഡർ ചെയ്തത്. അതിന് പകരം നമ്മൾ ഓപ്പൺ ഇൻ്റർവൽ സി ഡി എടുത്താലും ഓപ്പൺ സി ക്ലോസ്ഡ് ഡി എടുത്താലും ക്ലോസ്ഡ് സി ഓപ്പൺ ഡി എടുത്താലും എല്ലാം ഈ φ(j) തന്നെയാണ്, φ(CD) തന്നെയാണ് കിട്ടുന്നത്. കാരണം എന്താ, ഈ വാല്യൂ 0 ആണ്, ഈ വാല്യൂ 0 ആണ്, ഈ വാല്യൂ 0 ആണ്. അടുത്ത തിയറം 6 ആണ്. φ is a function defined on closed interval AB, real valued function on closed interval AB. ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണെങ്കിൽ is a step function, then phi is Riemann integrable. സ്റ്റെപ്പ് ഫംഗ്ഷനുകൾ റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പം നമ്മൾ J ഈസ് എനി സബ് ഇൻ്റർവൽ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ AB ആൻഡ് ഈ ഫൈ നമ്മൾ മുമ്പത്തെ പോലെ തന്നെ φJ of x equal to 1 for x element of j equal to 0 for x not an element of j. അപ്പോൾ നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയുടെ ജെ ഈസ് എ സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആൻഡ് φJ of x equal to 1 for x element of j equal to 0 for x not an element of j. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഫംഗ്ഷനെ നമ്മൾ അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ φJ എന്ന് പറയുന്നത് ഒരു എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റെപ്പ് ഫംഗ്ഷനെയും ലീനിയർ കോമ്പിനേഷൻ ഓഫ് എലമെൻ്ററി, അതൊരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് സ്റ്റെപ്പ് ഫംഗ്ഷനുകളെ ഈ എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫൈ ഒരു സ്റ്റെപ്പ് ഫംഗ്ഷനാണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പല φJകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. ഫൈ എന്ന് പറയുന്നത് സിഗ്മ ഒരു എം ആയിട്ട് നമ്മൾ ഒരു എം സ്റ്റെപ്പ് ഫംഗ്ഷനുകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് അതിനെ എഴുതാൻ പറ്റും. അപ്പോൾ അതിന് KJ × φJ. അതായത് ഇപ്പോൾ നമ്മൾ എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണെങ്കിൽ കുറച്ച് ഫംഗ്ഷൻ്റെ വാല്യൂ 0, അല്ലാത്തടത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഇത് കുറച്ച് പോർഷനിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0, ബാക്കിയുള്ളിടത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ 1, അങ്ങനെയുള്ളതിനാണ് നമ്മൾ എലമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്കുള്ള സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ചിലപ്പം ഇങ്ങനെയായിരിക്കും, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇത്രയും പോർഷനിൽ നമുക്ക് ഇത്രയും പോർഷൻ അതിന് നമുക്ക് അതിന് ഒന്നിൻ്റെ സമ്മായിട്ട് k ടൈംസ്, അല്ലെങ്കിൽ ഇവിടെ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ k ആണെങ്കിൽ k ടൈംസ് ദാറ്റ് എന്ന് എഴുതാമല്ലോ. അതുകൊണ്ടാണ് എല്ലാ സ്റ്റെപ്പ് ഫംഗ്ഷനുകളെയും നമുക്ക് എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫൈയെ നമുക്ക് ഇങ്ങനെ KJ × φJJ ഫോമിൽ എഴുതാം. വേറെ JJ എന്ന് പറയുന്ന എൻ പോയിന്റുകൾ നമ്മൾ CJ, നമ്മൾ J വെച്ച് പറയുവാണെങ്കിൽ CJ < DJ, CJയും DJയും ആണ് JJയുടെ എൻ പോയിന്റുകൾ നടത്തുന്നത്. അപ്പം ഇപ്പം പഠിച്ച ഇത് വെച്ചിട്ട് φJയുടെ എൻ പോയിന്റുകൾ CJയും DJയും ആണ് എങ്കിൽ φJ എന്ന് പറയുന്ന എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷനാണ്. അപ്പോൾ φ(CJ അല്ലെങ്കിൽ φ(CJ DJ അല്ലെങ്കിൽ φ(JJ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് DJ - CJ ആണല്ലേ ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇൻ്റഗ്രൽ A to Bയിൽ φ(JJ)യുടെ വാല്യൂ എന്ന് പറയുന്നത് DJ - CJ ആണല്ലേ. അതായത് നമ്മളവിടെ J യൂസ് ചെയ്യുന്നുള്ളൂ, ഇവിടെ φJJ ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന നൊട്ടേഷൻ. എൻ പോയിന്റുകൾ CJയും DJയും ആണ് എങ്കിൽ ആ എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് DJ - CJ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ φJJകളും റീമാൻ ഇൻ്റഗ്രബിൾ ആണ് നമ്മളിപ്പോൾ ലെമായി പറഞ്ഞു. റീമാൻ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് KJ × ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ അതും റീമാൻ ഇൻ്റഗ്രബിൾ. φJJ റീമാൻ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് ഇതും റീമാൻ ഇൻ്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ AB. പിന്നെ നമ്മൾ തിയറം 2ൽ പഠിച്ചതാണ്, തിയറം 2ൽ തന്നെയാണ് നമ്മൾ ഒരു F റീമാൻ ഇൻ്റഗ്രബിൾ ആണ്, KF റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് പഠിച്ചു. അത് വെച്ചിട്ട് ഇത് പറഞ്ഞു φJJ റീമാൻ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് KJ × φJJ റീമാൻ ഇൻ്റഗ്രബിൾ. പിന്നെ നമ്മൾ അവിടെ തന്നെ പഠിച്ചു എഫും ജിയും റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ F + G റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് പറയാമല്ലോ. അപ്പോൾ ഇതിൻ്റെ സമ്മായിട്ട് നമ്മൾ എഴുതുമ്പോൾ ഫൈ എന്ന് പറയുന്നത് റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഫൈ എന്ന് പറയുന്നത് കുറേ ലീനിയർ റീമാൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ്റെ ലീനിയർ കോമ്പിനേഷൻ സമ്മായതുകൊണ്ട് ഇത് ഓരോന്നും റീമാൻ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് ഇതും റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇൻ്റഗ്രൽ ഓഫ്
കെ ജെ ഫൈ ജെ ജെ ഇൻ്റഗ്രൽ എ ടു ബി എന്ന് പറയുന്നത് കെ ജെ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി ഫൈ ജെ ജെ ആണ്. ഇനി ഇതിൻ്റെ വാല്യൂ എന്താണ് നമ്മൾ പറഞ്ഞത്? ഡി ജെ ഒക്കെ. അപ്പോൾ അത് കെ ജെ ഇൻറ്റു ഡി ജെ മൈനസ് സി ജെ ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഫൈയുടെ വാല്യൂ, ഇൻ്റഗ്രൽ എ ടു ബി ഫൈയുടെ വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ ഐ ജെ ഇസ് ഈക്വൽ ടു 1 to m കെ ജെ ഫൈ ജെ ജെ എന്നുള്ള ഫോമിലല്ലേ വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ കെ ജെ ഫൈ ജെ ജെ വരും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ ജെ ഈസ് ഈക്വൽ ടു 1 to n കെ ജെ ഇൻറ്റു ഡി ജെ മൈനസ് സി ജെ. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഒരു സം ആയിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഫൈ റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്നും കിട്ടി, അതിൻ്റെ വാല്യൂ ഇതെന്നാണെന്നും കിട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, സ്റ്റെപ്പ് ഫംഗ്ഷനുകളെല്ലാം റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. അപ്പോൾ സ്റ്റെപ്പ് ഫംഗ്ഷനുകളെല്ലാം റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു. ഫൈ ജെ ഓഫ് എക്സ് ഈക്വൽ ടു 1 for x എലമെൻറ്റ് ഓഫ് ജെ, 0 for x നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ജെ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഫൈ ജെ എന്ന് പറയുന്ന ഒരു എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷനായിട്ട് പറയും. എല്ലാ സ്റ്റെപ്പ് ഫംഗ്ഷനിലെയും നമുക്ക് എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു നമുക്ക് ഈ ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തു. വേറെ ഓരോ ഫൈ ജെ ജെയും എന്താ ഒരു എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷനാണ് ഹൂസ് എൻ പോയിൻറ്റ്സ് ആർ സി ജെ ആൻഡ് ഡി ജെ. അപ്പോൾ തൊട്ട് മുന്നിൽ പഠിച്ച ലെമ്മ അനുസരിച്ച് ഇൻ്റഗ്രൽ എ ടു ബി ഫൈ ജെ ജെ എന്ന് പറയുന്നത് ഡി ജെ മൈനസ് സി ജെ ആണ്. അപ്പോൾ നമ്മൾ കെ ജെ ഇൻറ്റു ഫൈ ജെ ജെ ചെയ്യുമ്പം കെ ജെ ഇൻറ്റു ഫൈ ജെ ജെ റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. അപ്പോൾ കെ ജെ ഇൻറ്റു ഫൈ ജെ ജെ കെ എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ കെ എഫ് റീമാൻ ഇൻ്റഗ്രബിളിൽ നിന്ന് ഇത് റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് കിട്ടി. പിന്നെ സം ഓഫ് റീമാൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻസ് റീമാൻ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് ഇത് ഓരോന്നും റീമാൻ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് അതിൻ്റെ സമ്മും റീമാൻ ഇൻ്റഗ്രബിൾ എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ഫൈ എന്ന് പറയുന്നത് എന്താ? ഇതിൻ്റെ സം ആയിട്ട് വരും. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും.